नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 49. കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു. പേജ് നമ്പർ 464. ഒരിക്കൽ ഇതുപോലെ ഒരാക്രമണത്തിനു ജരാസന്ധൻ ഒരുങ്ങുമ്പോൾ മധുരയുടെ ദക്ഷിണഭാഗത്ത് ഒരു യവന രാജാവും യദുവംശത്തിൻ്റെ ഐശ്വര്യ സമൃദ്ധിയിൽ ആകൃഷ്ടനായി മധുര നഗരിയെ ആക്രമിച്ചു. കാലയവനൻ എന്ന ഈ യവന രാജാവിനു പ്രേരണ നൽകിയതു നാരദനാണെന്നു പറയപ്പെടുന്നു. ഇക്കഥ വിഷ്ണു പുരാണത്തിലുണ്ട്. യദുകുലത്തിൻ്റെ പുരോഹിതനായ ഗർഗമുനിയെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്യാലൻ അധിക്ഷേപിച്ചു. ഇതറിഞ്ഞ യദുവംശ രാജാക്കന്മാർ അദ്ദേഹത്തെ പരിഹസിച്ചു. യദുകുല രാജാക്കന്മാരോടു കോപാകുലനായ ഗർഗമുനി യദുക്കൾ അങ്ങേയറ്റം ഭയപ്പെടുന്ന ഒരാളെ സൃഷ്ടിക്കണമെന്നു തീർച്ചപ്പെടുത്തി. അദ്ദേഹം ശിവനെ പ്രസാദിപ്പിച്ച് പുത്രലബ്ധിക്കു വരം നേടി. ഒരു യവന രാജാവിൻ്റെ ഭാര്യയിൽ അദ്ദേഹം പുത്രോത്പാദനം നടത്തി. ആ പുത്രനാണു കാലയവനൻ. ലോകത്ത് ഏറ്റവും ശക്തനായ രാജാവാരാണെന്ന് കാലയവനൻ നാരദനോട് ചോദിച്ചു. യദുക്കളാണ് ഏറ്റവും ശക്തരെന്നു നാരദൻ പറഞ്ഞു. ഈ വിവരം കിട്ടിയപ്പോൾ കാലയവനൻ മധുരയെ ആക്രമിച്ചു. ഇതേ സമയത്തു തന്നെയായിരുന്നു ജരാസന്ധൻ്റെ 18ാമത്തെ ആക്രമണവും. ലോകത്തിൽ തനിക്കു നേരിടാൻ പറ്റിയ ഒരു ശത്രു രാജാവിനോടു യുദ്ധം പ്രഖ്യാപിക്കാൻ ഉദ്വേഗം പൂണ്ടു നടക്കുകയായിരുന്നു കാലയവനൻ. പക്ഷേ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മധുരയെക്കുറിച്ച് നാരദനിൽ നിന്നു കേട്ടപ്പോൾ മധുരയെ ആക്രമിക്കുന്നതു നന്നായിരിക്കുമെന്ന് അദ്ദേഹത്തിനു തോന്നി. മധുരയെ ആക്രമിക്കാൻ 3 കോടി യവന ഭടന്മാരുമായാണു അദ്ദേഹം എത്തിയത്. ഇങ്ങനെ മധുര വളയപ്പെട്ടപ്പോൾ യദുവംശത്തിൻ്റെ കഷ്ടസ്ഥിതിയെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആലോചിച്ചു. എന്നാൽ ഭീഷണന്മാരായ ജരാസന്ധനും കാലയവനനും ഒന്നിച്ചു നടത്തുന്ന ആക്രമണം കാരണം ആലോചിച്ചു നിൽക്കാൻ സമയം ഏറെയില്ല താനും. കാലയവനൻ 4 ഭാഗത്തു നിന്നും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു.
മുമ്പത്തെ പോലെ വമ്പിച്ച സൈന്യ സന്നാഹങ്ങളോടെ പിറ്റേന്നു തന്നെ ജരാസന്ധനും ആക്രമണം തുടങ്ങുമെന്നാണു പ്രതീക്ഷിക്കുന്നത്. ആക്രമണം നടക്കുന്ന ഈ അവസരം മുതലാക്കി മധുര പിടിച്ചടക്കാൻ ജരാസന്ധൻ ഉറ്റു ശ്രമിക്കുമെന്ന് കൃഷ്ണന് ഉറപ്പായിരുന്നു. അതിനാൽ മധുരയിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലൊക്കെ പ്രതിരോധം ഏർപ്പെടുത്താൻ വേണ്ട മുൻകരുതലുകളെടുക്കുകയായിരിക്കും ബുദ്ധിപൂർവമായ നടപടിയെന്ന് അദ്ദേഹം കരുതി. കൃഷ്ണനും ബലരാമനും ഒരുമിച്ച് ഒരേ സ്ഥലത്തു കാലയവനോട് ഏറ്റുമുട്ടാൻ പോയാൽ ജരാസന്ധൻ മറ്റൊരു ഭാഗത്തുകൂടി യദുകുലത്തെ മുഴുവൻ ആക്രമിച്ചു പകരം വീട്ടും. ജരാസന്ധൻ അതിശക്തനായിരുന്നു. 17 തവണത്തെ തോൽവിക്കു പകരം വീട്ടാനായി അയാൾ യദുവംശത്തിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുകയോ തടവുകാരാക്കി സ്വന്തം രാജ്യത്തേക്കു കൊണ്ടുപോകുകയോ ചെയ്യും. അതിനാൽ 2 കാലുള്ള ഒറ്റ ജീവിക്കും മനുഷ്യനോ അസുരനോ ആരുതന്നെയായാലും കടന്നു ചെല്ലാൻ സാധ്യമല്ലാത്ത ഒരു കോട്ട നിർമ്മിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചു. ബന്ധുക്കളെ മുഴുവൻ ആ കോട്ടയിൽ സുരക്ഷിതരായി പാർപ്പിച്ചാൽ തനിക്കു പിന്നെ ശത്രുവിനെ നേരിടാൻ തടസ്സമുണ്ടാവില്ലല്ലോ. ദ്വാരക മധുരയുടെ ഒരു ഭാഗം തന്നെയായിരുന്നുവെന്നു തോന്നുന്നു. കാരണം കടലിൻ്റെ നടുവിൽ കൃഷ്ണൻ ഒരു കോട്ട നിർമ്മിച്ചതായി ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. കൃഷ്ണൻ നിർമ്മിച്ച ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ദ്വാരകയിലെ ഉൾക്കടലിൽ ഇപ്പോഴും കാണാനുണ്ട്. 96 ചതുരശ്ര മൈൽ വിസ്താരമുള്ള ഒരു പ്രദേശത്തെ ചുറ്റി ശക്തമായ ഒരു മതിലു നിർമ്മിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. തീർച്ചയായും ഇത് അത്ഭുതകരമാണ്. വിശ്വകർമാവാണ് ഇത് രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ചത്. സമുദ്രമധ്യത്തിൽ ഇങ്ങനെയൊരു കോട്ട നിർമ്മിക്കാൻ ഒരു സാധാരണ ശില്പിയെ കൊണ്ടാവില്ല. എന്നാൽ ദേവശില്പിയായ വിശ്വകർമാവിന് പ്രപഞ്ചത്തിൻ്റെ ഏതു ഭാഗത്തും ഇത്രയും അത്ഭുതകരമായ ശില്പനിർമ്മാണം നടത്താനാകും. ഭഗവാന്റെ വിധാനമനുസരിച്ച് ബാഹ്യാകാശത്ത് വമ്പൻ ഗ്രഹങ്ങൾക്ക് ഒഴുകി നടക്കാനാവുമെങ്കിൽ കടലിൻ്റെ നടുക്ക് 96 ചതുരശ്ര മൈൽ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഇത്തരം ഒരു ശില്പനിർമ്മാണം അത്രയ്ക്കു അത്ഭുതകരമായ പ്രവൃത്തിയൊന്നുമല്ല. ഹരേ കൃഷ്ണ.